ഗുഡ് ഈവനിങ്. ഇന്നും കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ മാറ്റിയെടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പുഞ്ചിരി, അത് ഭയങ്കര എഫക്റ്റാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചിരിയോട് കൂടി തുടങ്ങാം. അതായത് എന്ത് കാര്യത്തിനും, അത് ചിലവരുടെ വീടുകളിലെല്ലാം പറയണത് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ മോനോട് ചിരിച്ചിട്ട് കുറേ ദിവസമായി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് ചിരിച്ചിട്ട് കുറേ ദിവസമായി, അല്ല മോളോട് ചിരിച്ചിട്ട് കുറേ ദിവസമായി എന്ന്. അങ്ങനെ ഓരോ കുടുംബങ്ങളുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത് എടുത്ത് പറയണത്. അപ്പോൾ ഇന്ന് മുതൽ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. വീട്ടിൽ പ്രശ്നമില്ലാത്ത കുടുംബം ഒന്നും ഉണ്ടാവില്ല അല്ലേ? മിക്കവാറും എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നമില്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല എന്നേ. പക്ഷേങ്കിൽ നമ്മൾ ചിരിക്കാൻ മറക്കരുത്. ചിരിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ എന്ത് കാര്യത്തിനും ഒരു മുഖത്തൊരു ചിരി അത്യാവശ്യമാണ് കേട്ടോ. വീട്ടമ്മമാരോടാണ് പറയണത്. അതായത് ലേഡീസാണ് കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ. വീട്ടിൽ എപ്പോഴും മുഖം മുറിപ്പിച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവും? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള അമ്മമാരായാലും കുടുംബിനികൾ എന്ത് വേണം? എപ്പോഴും നല്ല ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കുക. പിന്നെ ഒരു രഹസ്യം ഞാൻ പറയാം. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാട്ടോ ഫുള്ളായിട്ട് എന്തൊക്കെയാണ് പറയണമെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു രഹസ്യം ഞാൻ പറയാം. ഈ ചിരിയിൽ ഒരുപാട് മരുന്നുകളുണ്ട് കേട്ടോ. ചിരി നല്ലൊരു എക്സസൈസാണ്. നല്ല മുഖം നല്ല തുടുക്കും. നിങ്ങളൊരു 10 ദിവസമെങ്കിലും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കുറച്ച് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ മാറ്റം. ഈ ചിരിയിൽ നിന്ന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല മുഖം നല്ല രക്തമയം വരും. നല്ലൊരു എക്സസൈസാണ് ചിരി. അതറിയോ? നല്ലൊരു എക്സസൈസാണ് ചിരി. അപ്പോൾ ചിരിക്കാൻ മറക്കരുത്. ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ എന്ത് കാര്യങ്ങളും ചിരിച്ചുകൊണ്ടേ സംസാരിക്കാം. എന്ത് വിഷമമായാലും ഒരു മുഖത്തൊരു പുഞ്ചിരി. വീട്ടിൽ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്ന മകനോട് അല്ലെങ്കിൽ മകളോട് അല്ലെങ്കിൽ ഭർത്താവിനോട് ഒരു പുഞ്ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് നിൽക്കുക. അപ്പോൾ അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. നമുക്ക് രണ്ടുണ്ട് കാര്യം. നമ്മൾക്ക് സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട്, പിന്നെ അവരുടെ ആ സന്തോഷം നമ്മൾ അവരുടെ മുഖത്തുനിന്ന് കാണാൻ പറ്റും അല്ലേ? അതുകൊണ്ട് പുഞ്ചിരി മാറ്റരുത്. മുഖത്തെപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടേയിരിക്കണം. ഓക്കെ, ഇന്ന് മുതൽ എല്ലാവരും ചെയ്യല്ലോ. അപ്പം ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതെന്നൊക്കെ കേട്ടോ. അടുത്തത് അതൊരു നല്ല ഫേഷ്യലും കൂടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ചിരി നല്ലൊരു ഫേഷ്യലാണ്, നല്ലൊരു ക്ലെൻസിങ്. നമ്മുടെ മുഖമെല്ലാം നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ല തിളങ്ങും മുഖം. ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ. ഈ എപ്പോഴും നല്ല ചിരിയായി നല്ല സ്മൈലായിട്ടിരിക്കുന്നവരുടെ മുഖം നോക്കിക്കേ. ഒന്നും വേണ്ടാന്നേ, അവരൊന്നും ഫേഷ്യലൊന്നും ചെയ്യാനോ ഒരു ബ്യൂട്ടി പാർലറൊന്നും പോകണ്ട. ആ മുഖത്തുള്ള തിളക്കം വേഗം കണ്ടാൽ മനസ്സിലാവും, പുഞ്ചിരിയോടുള്ള മുഖത്തിന് കേട്ടോ. അപ്പോൾ അത് മറക്കരുതേ. അടുത്തത്, ചിലവരുണ്ട് നേരം വൈകിട്ട് കിടന്നുറങ്ങും, നേരം വൈകിട്ട് എഴുന്നേൽക്കും. ആ മോശം സ്വഭാവം മാറ്റിക്കളയണം കേട്ടോ. നേരത്തെ എണീക്കുക, നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക കേട്ടോ. അതും വലിയൊരു കാര്യമാണ്. അപ്പം നമ്മുടെ പണികളെല്ലാം വേഗം കഴിയും ചെയ്യും. പിന്നെന്താ, നല്ലൊരു ശീലമാണ്. നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ എഴുന്നേൽക്കുക അല്ലേ? അപ്പോൾ നേരത്തെ എഴുന്നേൽക്കാൻ നോക്കുക. രാവിലെ എത്രയും വേഗം. അതായത് നമ്മളിപ്പോൾ ഒരു കഴിവതും ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റാണ് ഏറ്റവും നല്ലത്. 4 മണിക്കോ അല്ലെങ്കിൽ ഒരു 5 മണിക്കോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മക്കൾക്കും അതിൻ്റെ പോലെ തന്നെ ചെയ്യാനുള്ള ഒരാഗ്രഹം തോന്നും. പിന്നെയെന്ന് പറയണത് ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ വയ്ക്കുക. അതൊക്കെ വീട്ടിനൊരു ഐശ്വര്യമാണ്. രാവിലെ എഴുന്നേൽക്കുക. പിന്നെ മെഡിറ്റേഷൻ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കൂടിയിട്ട് പറഞ്ഞിരുന്നു, മെഡിറ്റേഷൻ വളരെയധികം നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ചിരി. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് മെഡിറ്റേഷനെ പോലെ ഒരു സുഖം വേറെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു മെഡിറ്റേഷൻ. പിന്നെ ചെയ്യേണ്ട കാര്യമാണ് എക്സസൈസ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, ചിരിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക,
പിന്നെ എക്സസൈസ് വളരെ പ്രധാനമാണ് കേട്ടോ. 10 മിനിറ്റെങ്കിലും എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. അത് ഇത്തിരി നേരത്തെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ എക്സസൈസും മെഡിറ്റേഷൻ ചെയ്യാനുള്ള സമയം കിട്ടും കേട്ടോ. അപ്പോൾ അത് ചെയ്യണേ, അത് മറക്കരുത്. പിന്നെ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്നതിനേക്കാൾ മുന്നേ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം വീട്ടമ്മമാർ. രാവിലെ മക്കൾ സ്കൂൾ പോണ തിരക്ക്, ഭർത്താവ് ജോലിക്ക് പോണ തിരക്ക് എല്ലാം ഉണ്ടായിരിക്കും. എല്ലാ കുടുംബത്തിലും ഉള്ളത് തന്നെയാണ്, ഇല്ലാത്തതല്ല. പക്ഷേ നമ്മളൊന്നില്ലെങ്കിൽ രാത്രി കിടക്കുന്നതിനേക്കാൾ മുന്നേ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ പാടെ നമ്മളൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വയ്ക്കുക. അതായത് നമ്മൾക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ, അതായത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് നിസ്സാരം 10 ഞാൻ പറയുന്നുള്ളൂ, ഒരു 3 എണ്ണമെങ്കിലും എഴുതാലോ. അതായത് നമുക്ക് നല്ലൊരു കണ്ണ് തന്ന ദൈവത്തിനോട് നന്ദി പറയണ്ടേ, വേണ്ടേ? നമുക്ക് ശ്വസിക്കാനുള്ള മൂക്ക് തന്ന ദൈവത്തിനോട് നന്ദി പറയണ്ടേ? നമുക്കിതുപോലെ പുഞ്ചിരിച്ചിട്ടിരിക്കാൻ തന്ന ദൈവത്തിനോട് നന്ദി പറയണ്ടേ? നമുക്ക് 2 കൈ 2 കാലുകൾ തന്ന ദൈവത്തിനോട് നന്ദി പറയണ്ടേ? അങ്ങനെ 10 കാര്യങ്ങൾ. ഇന്ന് കിട്ടിയ ഭക്ഷണം, ഇന്ന് നമ്മളെന്ത് കഴിച്ചു, ഞാൻ ഇന്ന് കഴിച്ചല്ലോ, അത് ഭഗവാനെ എനിക്ക് ഞാൻ നന്ദി പറയുന്നു, നന്ദി 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ 10 ഗ്രാറ്റിറ്റ്യൂഡ് മറക്കാതെ എഴുതണേ. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മളിതൊക്കെ ശീലിച്ച് കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. നല്ല നല്ല കാര്യങ്ങൾ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക്. ഇതൊക്കെ നമ്മുടെ അനുഗ്രഹങ്ങളാണ്. നമുക്ക് ഇപ്പോൾ ചിലവർക്ക് മൂക്ക് ഇങ്ങനെ ഒരു ചരിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, നമുക്ക് നല്ല മൂക്ക് ഭഗവാൻ തന്നിട്ടില്ലേ, അപ്പോൾ അതിന് ഭഗവാനോട് നന്ദി പറയണ്ടേ, അല്ലേ? ചിലവർക്ക് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്ന കണ്ണായിരിക്കും, അവർക്കത് ദൈവം എന്തോ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അത് കൊടുത്തത്, അത് അവർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്, അല്ലേ? നമുക്ക് കാഴ്ച തന്നിട്ടില്ലേ, അപ്പോൾ ആ കാഴ്ച തന്നതിന് നന്ദി പറയണ്ടേ? നമുക്ക് തന്ന മുടിനാരിഴകൾക്ക് നന്ദി പറയണം കേട്ടോ. ഇനി മുതൽ അങ്ങനെ ചെയ്യണേ. നമുക്ക് തന്ന ഈ മുടിയുടെ ഓരോ നാരുകൾക്കും നീ എന്തൊരു ഭംഗിയുള്ളതാ, നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ് നമ്മുടെ മുടികൾക്ക് നന്ദി പറഞ്ഞു നോക്കി. ആ മുടിയൊക്കെ ഇങ്ങനെ പനങ്കുലോലെ വളരും. സത്യമാണ്, നീ നോക്കിക്കോളൂ. നമുക്ക് തന്ന വസ്ത്രത്തിന് നന്ദി, നമുക്ക് തന്ന കൈകൾക്ക് നന്ദി. ഈ കൈ കൊണ്ട് എത്ര ആൾക്ക് നമ്മൾ ഭക്ഷണം വയ്ക്കുന്നതല്ലേ. നമ്മളിത് നമ്മുടെ കൂടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, നമ്മൾ ജനിച്ച അന്ന് മുതലേ നമ്മുടെ കൈ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ കൈക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമ്മൾ നശിച്ച കൈ, എത്ര കാലമായി എനിക്ക് ഇത്ര വേദന വന്നിട്ടെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ. ഞാനെല്ലാം അങ്ങനെ പറയാറുണ്ട്, എൻ്റെ വേദനയൊക്കെ വരുമ്പോൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾക്കത് തെറ്റ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നന്ദി ഭഗവാനെ, എനിക്ക് ഈ തന്ന നന്ദി. ഇപ്പോൾ വയനാട്ടിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്ന കണ്ടില്ലേ, വെള്ളപ്പൊക്കത്തിലും ഭൂമി ഉരുൾപൊട്ടലിലൊക്കെ മരിച്ചിട്ട്. അപ്പോൾ നമ്മൾ കണ്ണ് പൂട്ടി നമ്മൾ കിടന്നുറങ്ങുന്നു, രാത്രി കിടന്നുറങ്ങിയിട്ട് നമ്മൾ നാളെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഞാനുണ്ടോ ആരുണ്ടോ എന്നൊന്നും അറിയില്ല, അല്ലേ? അപ്പോൾ എനിക്ക് ഭഗവാനെ, എനിക്ക് ഈ ദിവസം തന്ന ഭഗവാനെ എനിക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ട് നന്ദി പറയണം കേട്ടോ. അങ്ങനെ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വയ്ക്കാം. പിന്നെ ഒരു ശീലം, നമ്മൾ പണികളെല്ലാം കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് ചെയ്യാനുണ്ടല്ലേ, പുസ്തകം വായിച്ച് നോക്കിയാട്ടെ. പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നേ പുസ്തകം, നല്ല നല്ല പുസ്തകങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ. ചിലർക്ക് നോവലുകളായിരിക്കാം വായിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ ഭഗവാന്റെ ബുക്കുകളായിരിക്കാം വായിക്കാൻ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ബുക്കുകൾ ഒരു ദിവസം 1 പേജെങ്കിലും വായിക്കാം. ഞാൻ ഇന്ന് മുതൽ ഈ ഒരു ശീലം തുടങ്ങാൻ പോവുകയാണെന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് ഒരു ദിവസം 1 പേജെങ്കിലും വായിച്ചു നോക്കിയേ. ആ ഒരു ശീലം വളരെയധികം നല്ലതാണ്. നമ്മളെ നല്ലൊരുത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശീലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ 10 കാര്യങ്ങളിൽ ഈ ഒരു കാര്യം മെയിനായിട്ട് ചെയ്യണം. ഒരു ദിവസം 1 പേജെങ്കിലും വായിക്കുക. ഓക്കെ, ഇന്ന് മുതൽ എല്ലാവരും ചെയ്യുമല്ലോ, അല്ലേ? എന്തൊക്കെയാണ് ചെയ്യണതെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയിടണം കേട്ടോ. ഞാനിങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ദിവസം ചെയ്യാറുള്ളതാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് മുതൽ ഇത് ചെയ്യും, ഞാനത് ചെയ്യാറില്ല കേട്ടോ, ഇന്ന് മുതൽ ഇത് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ പുസ്തകം വായിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് അല്ലേ നല്ല നല്ല അറിവുകൾ കിട്ടും കേട്ടോ. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നല്ല നല്ല അറിവുകൾ കിട്ടും. പിന്നെ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് സൂപ്പറാവും.
തലച്ചോറിന് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയൊക്കെ വരും എന്നാണ് പറയുന്നത് ഈ ബുക്ക് വായിക്കുമ്പോൾ. അപ്പോൾ പുസ്തകം വായിക്കാൻ മറക്കരുത്. ബുക്ക് വായിക്കുക, ഒരു പേജെങ്കിലും വായിക്കുക. ഭഗവാന്റെ പുസ്തകങ്ങളാണെങ്കിൽ അങ്ങനെ വളരെയധികം നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ബുക്കുകൾ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. വായനാശീലം ഇഷ്ടമില്ലാത്തവർ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേങ്കിൽ ഇന്ന് മുതൽ ഒരു പേജെങ്കിലും വായിക്കാൻ ശീലിക്കാം. പിന്നെ നമുക്ക് വേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? വെള്ളം കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. നമ്മളെ സ്നേഹിക്കണ്ടേ? ഇതൊക്കെ നമ്മൾ സ്നേഹിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഞാൻ ഇത്ര വെള്ളം കുടിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കുക. ഇന്ന് തന്നെ നിങ്ങൾ വേഗം നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഇന്ന് 5 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കും. ചിലവർ ഒരു ബോട്ടിൽ കുടിക്കുന്നവരുണ്ടായിരിക്കാം, ചിലപ്പോൾ 2 ബോട്ടിൽ. നമ്മൾക്ക് ശരാശരി നമ്മുടെ തൂക്കത്തിനനുസരിച്ചാണ് കുടിക്കേണ്ടത് അല്ലേ. 75 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം നോക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. 20 വയസ്സ് വരെയുള്ളവർ 1 ലിറ്റർ വെച്ചിട്ട് അങ്ങനെ 3 ലിറ്റർ വെള്ളം അങ്ങനെയാണ് കുടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളം കുടി മറക്കാണ്ടിരിക്കുക. മുഖവും നമ്മുടെ ശരീരമൊക്കെ നല്ല ആരോഗ്യം നല്ല ഭംഗിയും വരണമെങ്കിൽ വെള്ളം പ്രധാന ഘടകമാണ്. അപ്പം നിങ്ങൾ വെള്ളം കുടിക്കാതിരിക്കരുത്, വെള്ളം കുടിക്കണം, മറക്കരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം, മറ്റുള്ളവരെ ദ്രോഹിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ ഒന്ന് സഹായിക്കുക. മറ്റുള്ളവരെ നമ്മൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, ദ്രോഹിക്കരുത് ഒരിക്കലും. മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കുക. അതായത് പണം കൊണ്ടൊന്നും വേണ്ടാന്നേ. ഇന്ന് നമ്മൾ റോട്ടിൽ കൂടെ പോവുകയാണ് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇന്ന് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു വയസ്സായ അപ്പൂപ്പനോ ഒരമ്മമ്മയോ അവിടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മോളോ അവിടെ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് ക്രോസ് ചെയ്യാൻ അപ്പുറത്തേക്ക് അങ്ങോട്ട് കിടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് നിൽക്കുമ്പോൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അവരുടെ കൈ പിടിച്ചിട്ട് അപ്പുറത്തേക്കൊന്ന് കിടത്തി കൊടുക്കുക. ഒരു ദിവസം നമ്മളത് ചെയ്യുന്നത് നമ്മൾക്ക് മറ്റുള്ളൊരാളെ സഹായിച്ചു എന്ന് അറിയില്ലേ. അതുപോലെ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്തിട്ട് അത് നമ്മൾ ഒരു പാക്കറ്റ് ഒരു പൊതിച്ചോറെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു നേരത്തെ ആഹാരം വാങ്ങി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ പുറയിൽ വിശേഷിച്ച് നിൽക്കുകയെന്ന് ചോദിച്ചോ. അപ്പോൾ അവിടെ ചിലപ്പോൾ ഇങ്ങനെ ആരൊക്കെങ്കിലും വിശന്നിട്ട് നിൽക്കുന്നുണ്ടാവുക. ഒരു ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് ചായ വാങ്ങി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും അവിടെ വയസ്സായവരവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ചായ വാങ്ങി കൊടുക്കണോണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഒരു 10 രൂപയുടെ ചായ വാങ്ങി കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും വിധത്തിൽ ചിലപ്പോൾ ഒരു 5 രൂപ കയ്യിൽ കൊടുക്കുക പാവപ്പെട്ടവർക്ക്. അങ്ങനെ ആരെങ്കിലും സഹായിക്കാൻ പറ്റിയാൽ, നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ ആരെങ്കിലും ഒരാളെങ്കിലും സഹായിക്കുക. നമ്മളൊരു മാസത്തിൽ നമ്മളിങ്ങനെ വിചാരിക്കുക, ഇത്ര ദിവസം നമ്മൾ പുറത്തേക്ക് പോയി, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾക്ക് സഹായിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ സ്കൂൾ തുറന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു കുട്ടികൾക്ക് ബാഗില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു ബാഗ് വാങ്ങി കൊടുത്തിട്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു വിധത്തിൽ ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു പെൻ എന്തെങ്കിലും വാങ്ങി കൊടുത്തിട്ടൊക്കെ ഒന്ന് സഹായിക്കുക. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ സഹായിക്കുക. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ മോട്ടിവേഷൻ വീഡിയോസുകൾ നമ്മൾ അടുക്കളയിലൊക്കെ പാചകം ചെയ്യുമ്പോൾ മോട്ടിവേഷൻ വീഡിയോ കാണുക കേട്ടോ. അത് ബെസ്റ്റാണ്. നമുക്ക് മോട്ടിവേഷൻ വീഡിയോകൾ കാണുന്നത് വളരെയധികം നല്ലതാണ്. ഞാനിങ്ങനെ കാണാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. മോട്ടിവേഷൻ വീഡിയോ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മോട്ടിവേഷൻ വീഡിയോ കാണുകയും ചെയ്യും. പിന്നെ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പറഞ്ഞു കൊടുക്കാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മോട്ടിവേഷൻ വീഡിയോകൾ കേൾക്കുക, അത് വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മൾക്ക് ഒരു കാര്യം കൊണ്ടെങ്കിൽ വിചാരിച്ചു, പുതിയ കാര്യങ്ങൾ പഠിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ കുക്കിങ്. നമ്മൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ കുക്കിങ്ങൊക്കെ പഠിക്കുക. നമ്മളിപ്പോൾ ഇന്ന് വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ നമ്മൾക്ക് 4 മണിക്ക് കുട്ടികൾ വരുമ്പോൾ, സ്കൂൾ വിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയൊരു ഡിഷ് ഉണ്ടാക്കി കൊടുത്തേക്കുക. അവരുടെ മുഖവും സൂപ്പറായിരിക്കും, നമുക്കും സന്തോഷമല്ലേ. അല്ലെങ്കിൽ തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ പുതിയ എന്തെങ്കിലും മോഡൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് തയ്ച്ചു നോക്കുക. അത് നല്ലൊരു കാര്യമല്ലേ. അങ്ങനെ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമെല്ലാം പഠിക്കാം. പിന്നെ
ബുക്ക് വായിക്കാൻ അറിയാൻ ഞാൻ പറഞ്ഞല്ലോ, ബുക്ക് വായിക്കുമ്പോൾ ആ ബുക്കിൽ നിന്ന് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. വീഡിയോ അപ്പോൾ ലെങ്ത്ത് കൂടി വരികയാണ്. ഇത്ര നേരം നിങ്ങൾ എന്നെ ക്ഷമിച്ച് കേട്ടിരുന്നല്ലോ അല്ലേ? അപ്പോൾ അതും ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷമയോട് കേട്ടിട്ട് ഇരുന്നല്ലോ അതന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെന്താ, അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഒന്നില്ലെങ്കിലും വേണ്ട, മുടി കെട്ടാനൊക്കെ പുതിയതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ വീണ്ടും പഠിക്കാനായിട്ട് നോക്കുക. എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ പാചകമായാലും പലതും അങ്ങനെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? വീണ്ടും കാണുന്നവരെ നമസ്കാരം.